ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനം, ശാന്തി, ഭഗവത് കൃപ, എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളുടെയും കമൻസുകളൊക്കെ ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. അത് രാമായണത്തിൻ്റെ സ്തുതിപ്പ് ആദ്യമേ ചൊല്ലിയിട്ട് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ. നാരായണായ നമോ. നാരായണായ നമോ. നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. നമ്മൾ കഴിഞ്ഞ ദിവസം ഭഗവാൻ പരമാത്മാവ് സീതയുമായിട്ട് വസിക്കാൻ നല്ല ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കണമെന്ന് വാൽമീകിയടുത്ത് പറഞ്ഞു. വാൽമീകിയുടെ ആശ്രമത്തിൽ ചെന്നപ്പോൾ ശ്രീരാമഭഗവാൻ പറഞ്ഞു, സീതയുമായിട്ട് ഒന്നിച്ച് വസിക്കാൻ എവിടെയാ എന്ന് ചോദിച്ചു. അപ്പോൾ എന്താ വാൽമീകി പറഞ്ഞത്? ഈ ലോകം മുഴുവനും പരമാത്മാവിൻ്റെ അല്ലേ, അതെല്ലാം ആ പരമാത്മാവല്ലേ വസിക്കുന്നത്. യാതൊരിടത്ത് സുഖേന വസിക്കാവൂ സീതയോടും കൂടി എന്നുള്ള ചെയ്യണം. സീതയോടും കൂടി വസിക്കാൻ എവിടെയാണെന്ന് അരുൾ ചെയ്യണം മഹാമുനി എന്ന് പറഞ്ഞപ്പോൾ, ഇദ്ദിക്കിൽ ഒട്ടുകാലം വസിച്ചിടുവാൻ ചിത്തയെ പെരുകേണ്ട ആശ മഹാമുനി അങ്ങനെ കൂടെ പറഞ്ഞു. കാരണം അവിടെ മഹർഷിമാരുള്ള സ്ഥലമാണ്, അങ്ങനെയുള്ളിടത്താണ് ഭഗവാൻ ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സ്ഥലം വേണം. അപ്പോൾ ആ ഭക്തന്മാരുടെ ഉള്ളിൽ പരമാത്മാവിന് വസിക്കാൻ ഇടമുണ്ട്. അതിനെപ്പറ്റിയാണ് ഇവിടെ വാൽമീകി പറയുന്നത്. സീതയാ എല്ലാം പരമാത്മാവിൻ്റെ ആണല്ലോ, ത്രിലോകങ്ങളും അതിലെല്ലാം ആ ഭഗവാന്റെ അംശങ്ങളാണല്ലോ നമ്മളെല്ലാ സൃഷ്ടികളും. അതുകൊണ്ട് എല്ലാം അങ്ങല്ലേ എല്ലായിടവും വസിക്കുന്നതും ഈ ലോകം മുഴുവനും അങ്ങയുടെ അല്ലേ. പിന്നെ എവിടെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതെങ്കിലും സീതയോടുകൂടി ഒന്നിച്ച് കഴിയാൻ പ്രത്യേകമായി വിശേഷേണ ചോദിക്കുക. കാരണം സൗഖ്യേന തേ വസിപ്പാനുള്ള മന്ദിരം ആഖ്യാ വിശേഷണ ചൊല്ലുന്നതുണ്ട് ഞാൻ. അങ്ങനെ പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായും ശാന്തനായി നിന്നെ ഭജിപ്പവർ. അങ്ങനെ പരമാത്മാവിനെ ഭജിക്കുന്നവരുടെ സ്വാന്തം നിനക്ക് സുഖവാസം മന്ദിരം. അങ്ങനെ ഭജിക്കുന്ന ഒരു ഭക്തൻ്റെ ഉള്ളിലാണെന്നാണ് ഭഗവാൻ വസിക്കാൻ ഇടം. അപ്പം ഭഗവാൻ ചോദിച്ചതും അങ്ങനെ ഇവിടെ കുറച്ച് നാൾ കഴിയാനുള്ള ആഗ്രഹമുണ്ട് പെരികെ. കാരണം എന്താ, മഹർഷിമാരുള്ള സ്ഥലമാണെന്ന് പരമാത്മാവിന് അറിയാം ശ്രീരാമന്. അതുകൊണ്ട് അവിടെ കുറേ നാൾ വസിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ വാൽമീകി പറഞ്ഞതും അത് തന്നെയാണ്. അങ്ങനെയുള്ള ഭക്തന്മാരുടെ ഉള്ളിലാണ് പരമാത്മാവിന് വാസിക്കാനുള്ള വിശേഷണമുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു ഭക്തൻ്റെ ഹൃദയത്തിലാണ് ഈശ്വരൻ വസിക്കത്തുള്ളൂ എന്ന്. അപ്പോൾ അത് ഇതിനകത്ത് പാഠം തന്നാൽ നമുക്ക് വായിച്ചാൽ മാത്രം പോരാ, നമ്മളും അങ്ങനെ ഒരു ഭക്തനാവാൻ ശ്രമിക്കണ്ടേ. ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വേണ്ടേ. സീതയോടൊപ്പം കാരണം ഐശ്വര്യദേവത മഹാലക്ഷ്മി അല്ലേ സീത. അപ്പോൾ മഹാലക്ഷ്മി നമ്മുടെ ഉള്ളിൽ ഭഗവാനൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിൻ്റെ കുറവ് വരത്തില്ല. ഈ ലോക നന്മയും വരും ലോക നന്മയും നമുക്ക് കിട്ടും.
രണ്ടുപേരും നമ്മുടെ ഉള്ളിൽ വേണം. ഭഗവാന്റെ ഭാര്യയായ മഹാലക്ഷ്മിയും വേണം, ഭഗവാൻ നാരായണനും വേണം. അതാണ് ശ്രീരാമനും സീതയും. അങ്ങനെ ശാന്തനായി നിന്നെ ഭജിപ്പവർക്ക് അങ്ങനെ ഉള്ളവരുടെ സ്വാന്തം അതാണ് അവിടേക്ക് വസിക്കാനുള്ള സുഖവാസ മന്ദിരം. എന്നിട്ട് ഇനിയുണ്ട്, നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു ഭക്തിയാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാൻ ഇരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിടുന്ന മന്ദിരം. നിത്യ ധർമ്മോ അധർമ്മോ എല്ലാം ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സർവ്വതും ത്യജിക്കുക. അവിടെ ധർമ്മം എടുത്തു വെക്കണമെന്നില്ല. പിന്നെ ഉപേക്ഷിക്കുമ്പോൾ ഈ ലോക ജീവിതമായിട്ടുള്ള സർവ്വതും ത്യജിക്കുക. അവിടെ ആരാ പിന്നെ? പരമാത്മാവ് തന്നെയേ ഉള്ളൂ. ആ ഒരു ചിന്തയിൽ തന്നെയാണ് ഒരു യഥാർത്ഥ ജീവൻ മുക്തൻ്റെ അവസ്ഥ. ഈ ലോകത്തിൽ ധർമ്മം എന്തുകൊണ്ട് മാറ്റുന്നതെന്ന് ചോദിച്ചാൽ അവിടെ നന്മയും വേണ്ട, തിന്മയും വേണ്ട. അതാണ് എല്ലാത്തിനും സമദൃഷ്ടി. അപ്പോൾ അവിടെ ഏറ്റക്കുറച്ചിലില്ല. എല്ലാം പരമാത്മാവിനെ പോലെ. ഭഗവാന് എന്തെങ്കിലും കൂടുതലോ കുറവോ ഉണ്ടോ? ഒരേ സമമല്ലേ? അതുപോലൊരു ജ്ഞാനിയും അങ്ങനെ ആകണം. അങ്ങനെയുള്ളൊരു ഭക്തനെയാണ് ഇവിടെ വാൽമീകി പറയുന്നത്. നിത്യ ധർമ്മ അധർമ്മം എല്ലാം ഉപേക്ഷിക്കണം. ഉപേക്ഷിച്ചാൽ എല്ലാത്തിനും ത്യജിക്കണം. അല്ല, ചിലർ വിചാരിക്കും എന്നൊരു ഭക്തന് ധർമ്മങ്ങൾ വേണ്ടി. അത് ഒരു കാലഘട്ടത്തിലാണ്. അതെല്ലാം കഴിഞ്ഞ്, കാരണം ഇവിടെ ഇതിനെല്ലാം അതീതമാകുന്നവരുടെ കാര്യമാണ് ഇത്. ഒരു താഴേക്കുള്ളൊരു ചിന്തയാണ് അങ്ങനെ. നല്ല കർമ്മങ്ങൾ ചെയ്യണം, സാത്വികനായി അതെല്ലാം കഴിഞ്ഞിട്ട് അതൊക്കെ മേലെ പോകുന്ന അവസ്ഥ. അതായത് ഗുണത്തിനെല്ലാം അതീതനാവുക. ഭഗവാൻ പരമാത്മാവ് അതീതനാണ്, നിർഗുണനാണ്. അപ്പം നമ്മൾ ഒരു യഥാർത്ഥ ഒരു ഭക്തൻ, ഒരു ജ്ഞാനി, ഒരു സന്യാസി, നിത്യമുക്തനായിരിക്കുന്ന ആൾക്കും ആ ഗുണങ്ങളില്ലാത്ത അവസ്ഥ വരണം. ഒരു ഗുണവും അത് നമുക്ക് വേണ്ട. പിന്നെ അതിൽ നിന്ന് ത്യജിക്കുക. ആദ്യത്തെ ചുവടുകളാണ് ഈ സാത്വികനായ ലക്ഷണങ്ങളിൽ. ഒരു ഭാഗവതജ്ഞനായി തീരുക. ധർമ്മവും നീതിയും വേണം. അതൊക്കെ മേലേ പോകുന്ന അവസ്ഥയാണ് ഇവിടെ. നിത്യധർമ്മ അധർമ്മമെല്ലാം ഉപേക്ഷിച്ച് ഭക്തിയാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം, അങ്ങനെയുള്ള ഹൃദയം ഭവാൻ ഇരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിടുന്ന മന്ദിരം. അവിടെയാണ് വിളങ്ങുന്നത്. അതാണ് വിളക്കം വരണം. മറ്റത് നമ്മൾ ധർമ്മവും നീതിയും കൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടിരുന്ന ഒരു പുണ്യാത്മാവ്, നമുക്ക് അത് വേണം. അതിനകത്തൂടെ നമ്മൾ വളർന്ന് വരുന്നത്. നല്ല കാര്യങ്ങളും നല്ല നന്മകളും പ്രാർത്ഥനയൊക്കെ ചെയ്ത് നമ്മൾ 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിച്ച് പോയി വരുമ്പോൾ പിന്നെ ഇതിന്നെല്ലാം മുക്തനാകണ്ടേ? ആ ഒരവസ്ഥ. അപ്പോഴാണ് നമുക്ക് തിളക്കം ഉണ്ടാകും നമ്മുടെ ഹൃദയത്തിൽ. പിന്നെ എപ്പോഴും പരമാത്മാവ് ആ ചൈതന്യമൂർത്തി അവിടെ തിളങ്ങിക്കൊണ്ടിരിക്കും. നമ്മളെ അകവും പുറവും എന്താ ഉള്ളേ? ഈശ്വരൻ വസിക്കും. അകത്തും പുറത്തും എന്ന് വെച്ചാൽ ആ ചൈതന്യം, പരമാത്മാവിൻ്റെ ചൈതന്യം അകവും പുറവും ശോഭിക്കും, തിളങ്ങും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ഉത്തമമായ വിളങ്ങിടുന്ന മന്ദിരമാണ് ഭഗവാൻ വസിക്കാൻ. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി ത്വന്മന്ത്രജാപകരായുള്ള മാനുഷർ തൻ മനപ്പങ്കജം ദേ സുഖമന്ദിരം. അപ്പോൾ പിന്നെ അടുത്തെന്താ? നിത്യവും നിന്നെ ശരണമായി പ്രാപിക്കുക. അതാണ് പിന്നെ അങ്ങനെയുള്ളവരുടെ ജോലി. പരമാത്മാവിനെ ശരണം പ്രാപിച്ച് അങ്ങനായി മുഴുകിയിരിക്കുക. നിർദ്വന്ദ്വരായി. ദ്വന്ദ്വം എന്ന് വെച്ചാൽ രണ്ടെന്നുള്ള അവസ്ഥ ഇല്ലാത്തതായി. അതാണ് നിർദ്വന്ദ്വരായി. ഞാൻ നീ എന്നുള്ള ചിന്തയില്ല. അവിടെ എല്ലാം സമദൃഷ്ടിയും സമചിത്തതയുമായി മാറും. അതാണ്. അപ്പോൾ അവിടെ നന്മ തിന്മ എന്നുള്ള വ്യത്യാസമില്ല. എല്ലാം തുല്യമാണ്. അവിടെ ദുഷ്ടനെന്നോ സജ്ജനമെന്നോ ദുർജനമെന്നോ നന്മയെന്നോ തിന്മയെന്നോ നീചനെന്നോ ശുദ്ധനോ അങ്ങനൊന്നും ഒരു മനസ്സില്ലാത്തൊരവസ്ഥ. അത് ആണ് നിർദ്വന്ദ്വരായി. ഞാനെന്ന് നീ, നിൻ്റേതും എൻ്റേതുള്ള ചിന്ത പിന്നെ അവിടെ ഇല്ല. എല്ലാം കാണുന്നെല്ലാം ആരാ? പിന്നെ ഭഗവാൻ തന്നെ, പരമാത്മാവ് തന്നെ. എന്നിലും നിന്നിലും എല്ലാം. അപ്പോൾ പിന്നെ ഒന്നല്ലേ, ഏകമല്ലേ? അപ്പം ഞാനെന്ന് നീ എന്നുള്ളൂ. നീ അന്യതാണോ? ഞാൻ തന്നെയല്ലേ? കാണുന്നതെല്ലാം നാം തന്നെ. ഞാനെന്ന് പറയുന്ന ആരാ? എന്നിലിരിക്കുന്ന പരമാത്മാ. ആ പരമാത്മാവാണ് പിന്നെ ഈ ദേഹത്തിൽ കഴിയുന്നത്. അപ്പോൾ എല്ലാ ദേഹത്തിലും നമ്മൾ അങ്ങനെയാണ് കാണുക. അപ്പോൾ ദ്വന്ദ്വം ഇല്ല. രണ്ടെന്നുള്ള ചിന്തയാണ് നിർദ്വന്ദ്വം. ദ്വന്ദ്വം ഇല്ലായ്മ. നിർദ്വന്ദ്വരായി നിസ്പൃഹരായി എന്താ വെച്ചാൽ അസൂയ ഇല്ലാത്തവരായി. അങ്ങനെയല്ലേ പിന്നെ എന്തിനാ അസൂയ ഉണ്ടാക്കുന്നത്? ഞാൻ തന്നെയാണ് സർവ്വത്തിലൊക്കെ. പിന്നെ അസൂയയുടെ കാര്യം വരുന്നുണ്ടോ? അവിടെ വരത്തില്ല. ഒരിക്കലും ആരെ കണ്ട് നമുക്ക് അസൂയപ്പെടാൻ പറ്റത്തില്ല. എല്ലാം നാം തന്നെയല്ലേ. അസൂയപ്പെട്ടാൽ എന്നെ തന്നെ ഞാൻ അസൂയപ്പെടുന്നതായിട്ടല്ലേ നമുക്ക് വരൂ.
കാണായതെല്ലാം പിന്നെ പരമാത്മാവായ ഞാൻ തന്നെയല്ലേ, വേറായി വേറൊന്നുണ്ടോ? അപ്പോൾ നമുക്ക് ആരോടാ അസൂയ? നമ്മൾ തന്നെയല്ലേ നമുക്ക് അസൂയ വരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. അതാണ് ഇവിടെ നിർദ്വന്ദ്വരായി, നിസ്പൃഹരായി, നിരീഹരായി, ഒന്നിലും ആസക്തിയില്ല. അത് വേണം ഇത് വേണം, കുറേ വാരി കൂട്ടണം, എനിക്ക് ഇന്നത് അത് ഇതൊന്നും, സർവം ഏകമായ ചിന്തയ്ക്ക് ഒന്നിലും ആഗ്രഹമില്ലാത്തതായി മാറും. എന്താ പിന്നെ വേണ്ടേ? പരമാത്മാവ് ഉള്ളിൽ മതി. അതാണ് ആനന്ദം, അത് നിറവാണ്. സർവ്വതും പിന്നെ നമ്മൾ, ഇതെല്ലാം ലോകം മൊത്തം നമ്മളാണെന്നാണല്ലോ പിന്നെ വിചാരം. പിന്നെ അവിടെ എന്തിനു വേണം? ആർക്ക് വേണം? എല്ലാം നമ്മൾ തന്നെയല്ലേ. അതുകൊണ്ട് അവിടെ ഒന്നിനും നമുക്ക് അവിടെ ഉള്ളിൽ ദാരിദ്ര്യമില്ല. ദാരിദ്ര്യം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അത് വേണം ഇത് വേണം തോന്നുള്ളൂ. എപ്പോഴും എന്തുകൊണ്ട് അതെന്തിനാ, അത് വേണ്ട അത് വേണ്ട എന്ന് നമ്മുടെ ഉള്ളിൽ ആരെങ്കിലും അത് വേണ്ട എന്ന് വേണ്ട എന്നുള്ള ചിന്തയെ പിന്നെ മനസ്സിലുള്ളൂ. വേണം തോന്നത്തേയില്ല. ഉണ്ടെങ്കിൽ ആർക്കും കൊടുക്കാനുള്ള ചിന്തയെ വരത്തുള്ളൂ. അതുകൊണ്ട് എന്താ പറഞ്ഞ, നിർദ്വന്ദ്വരായി, നിസ്പൃഹരായി, നിരീഹരായി, ഒന്നിനും ആസക്തി ഇല്ലാത്തതായി. എങ്ങനെയാ? ഈ ലോകചിന്തയിൽ മന്ത്രജാപകരായുള്ള മനുഷ്യർ പരമാത്മാവിനെ തന്നെ മന്ത്രം ഓതി ഇങ്ങനെ ഓം നമ ശിവായ അല്ലെ രാമ 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 ഇങ്ങനെ എപ്പോഴും മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരിൽ തന്മനപങ്കജം, അങ്ങനെ ഉള്ളവരുടെ ഹൃദയം പരമാത്മാവിന് സുഖമന്ദിരം, സുഖവാസം, അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ ഭഗവാന് ശ്രീരാമന് സീതയ്ക്കും വസിക്കാം. മഹാമുനി വാൽമീകി പറഞ്ഞു കൊടുക്കുന്നതാണ്. വാൽമീകി ആശ്രമത്തിൽ ചെന്നപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്കിവിടെ കുറച്ച് നാൾ ഇവിടെ കഴിയണം, എനിക്ക് സീതയ്ക്കൊക്കെ ഒന്നിച്ച് കഴിയാൻ വേണ്ടി എവിടെയാ നല്ല സുഖമായി വസിക്കാനുള്ള ഇടം, കുറച്ചാളേക്ക് ഇവിടെ കഴിയണം എന്ന് പറഞ്ഞപ്പോൾ വാൽമീകി പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് പരമാത്മാവിന്, അമ്മയ്ക്ക്, അത് ദേവിക്കും സുഖവാസമായിട്ട് കഴിയാം. പിന്നെ അടുത്തത്, ശാന്തന്മാരായി നിരഹങ്കാരികളുമായി, ശാന്തരാഗദ്വേഷ മാനസന്മാരുമായി, ലോഷ്ടാശ്മകാഞ്ചന തുല്യമതികളാം ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. അങ്ങനെയുള്ള മനസ്സെങ്ങനെയാ? ഇവിടെ ശാന്തന്മാരായിരിക്കണം, അഹങ്കാരമില്ലാതിരിക്കണം, മാനസന്മാർ, അങ്ങനെയുള്ള ശാന്തരാഗദ്വേഷ മാനസന്മാരായിരിക്കണം. പിന്നെ കല്ലും മണ്ണും, അതായത് മൺകട്ട, കല്ല്, സ്വർണം, കാഞ്ചനം സ്വർണം, അശ്മം കല്ല്, പിന്നെ മൺകട്ട, ഇതൊക്കെ എന്തായി വരും? ഒരേ കണ്ണോട് കാണും. മണ്ണിനെ കണ്ടാലും സ്വർണത്തിനെ കണ്ടാലും നമുക്ക് എന്ത് തോന്നും? ഒന്നും തോന്നത്തില്ല, മണ്ണ് തന്നെ തോന്നും. കാഞ്ചനം സ്വർണം കാണുമ്പോൾ ഒരു പ്രത്യേകതയായിട്ട് തോന്നത്തില്ല. അയ്യോ ഇത് സ്വർണ്ണം, കുറച്ച് നമുക്ക് നമ്മുടെ വഴിയിലൊക്കെ കുറച്ച് സ്വർണ്ണം കണ്ടാൽ നമുക്ക് തോന്നും അത് മണ്ണിനെ പോലെ തന്നെ നമ്മൾ ചിന്തിക്കുക, എടുക്കാൻ തോന്നത്തില്ല. എന്തിനു വേണ്ടി എടുക്കണം എന്നാണ്, ആർക്ക് വേണം? ഇത് ഒരു ജ്ഞാനിക്ക് ആവശ്യമില്ല. ഒരിക്കലും അങ്ങനെ ഒരു ചിന്തയോ ആഗ്രഹമോ ഉണ്ടാകത്തില്ല. ഉണ്ടെങ്കിൽ വേണ്ടേ ഇതെടുക്കാൻ. അപ്പോൾ നമുക്ക് മൺകട്ടയും കല്ലും ഒക്കെ കാണുന്നത് പോലെയേ ഉള്ളു. സ്വർണം കണ്ടാലും തുല്യ മനസ്സായിരിക്കണം, തുല്യ മതികളായി, മതി മനസ്സ്. അപ്പോൾ ലോഷ്ട അശ്മ കാഞ്ചന തുല്യ മതികളാം ശ്രേഷ്ഠ മതികൾ, അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരാണ് മനസ്തവ. അങ്ങനെ ശ്രേഷ്ഠന്മാരുടെ മതി മനസ്സിൽ നല്ല മന്ദിരമാണ് മനസ്തവ മന്ദിരം. അത് ഭഗവാൻ അങ്ങനെയുള്ളത്. കാരണം അവിടെ ഒന്നിനോടും ആഗ്രഹമില്ല. കണ്ടാലോ എല്ലാം തുല്യം. മണ്ണ്, ഈ ഭൂമിയിലെ മണ്ണ് എങ്ങനെയാ തുല്യം? എത്ര സ്വത്തോ എന്ത് കണ്ടാലും അപ്പോൾ എല്ലാം നമുക്ക് ഒന്നേ ഒരു മണ്ണിനെ പോലെ തോന്നുക. അത് വേണമെന്നോ വാരി കൂട്ടണമെന്നോ ഒന്നും ആഗ്രഹം ഉണ്ടാകത്തില്ല. എന്താ അത് ആഗ്രഹം ഉണ്ടാവാത്ത കാര്യം? അതിനേക്കാൾ ഉപരി നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. അതിൻ്റെ ആനന്ദം പറയത്തക്കതല്ല. അതുകൊണ്ടാണ് മറ്റൊന്നിനും നമുക്ക് ചിന്ത പോകാത്തതും വേണമെന്ന് തോന്നിക്കാത്തതും. അതല്ലേ ഈ ഒരു ആനന്ദ നിർവൃത്തി വന്നാൽ നമ്മളെപ്പോഴും നിറവുള്ളവരായിരിക്കും, നിറഞ്ഞ് കവിയുന്നവരായിരിക്കും. എല്ലാം നമ്മൾ തന്നെ ഉണ്ടെന്നുള്ള എന്തോ ഒരു നിറവ്. അതെനിക്ക് അനുഭവം അങ്ങനെ പറയാനേ അറിയത്തുള്ളൂ, ഇങ്ങനെ പറയാനേ അറിയത്തുള്ളൂ. അത് എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഇതാ എല്ലാത്തിലും കവിഞ്ഞ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണെന്നാണ് എൻ്റെ വിചാരം. എനിക്ക് എൻ്റെ സത്യമാണ്, എനിക്കിതൊന്നും തോന്നാറേ ഇല്ല. സ്വർണം കാണുമ്പോൾ അയ്യോ അതെനിക്ക് വേണം ഇങ്ങനെ ചിന്തിക്കാറേ ഇല്ല, മനസ്സിൽ തോന്നത്തേ ഇല്ല. എല്ലാം ചപ്പും ചവറും എന്നാണ് എണ്ണുന്നത്. കാരണം നമുക്ക് അതിനേക്കാൾ ഉപരി അതൊക്കെ മേലെയുള്ള ആനന്ദവും ഹൃദയശുദ്ധിയും അതിലെന്തോ എന്തോ ഒരു നിറഞ്ഞെന്തോ അങ്ങ് ഇരിക്കുക. പിന്നെ എവിടെ കൊണ്ട് വെക്കാനായതൊക്കെ എന്ന് തോന്നിപ്പോവും. നമ്മുടെ ഹൃദയം അത്രമാത്രം വിശാലമായിരുന്ന എന്തോ അങ്ങ് ഒരു പർവ്വതം പോലെ നമ്മുടെ ഉള്ളിലുണ്ട്. പിന്നെ ഇതൊക്കെ എവിടെ കൊണ്ട് വെക്കും? മനസ്സിനകത്ത് വരണ്ടേ, തോന്നണ്ടേ? മനസ്സിനകത്ത് അതൊക്കെ തോന്നിയെങ്കിലല്ലേ നമുക്ക് വേണം തോന്നും. അത് മനസ്സിനകത്ത് എങ്ങനെ തോന്നും? നിറഞ്ഞ് കവിഞ്ഞിരിക്കുമല്ലയോ, പിന്നെ എങ്ങനെ തോന്നും?
ആനന്ദം. കാരണം ഇപ്പം വയറ് നിറഞ്ഞിരിക്കുന്ന വസ്തു, നമ്മുടെ വയറ് എല്ലാം കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുക, പിന്നെ നമുക്ക് ആഹാരം വേണമെന്ന് തോന്നുമോ? അതുപോലെ തന്നെയാണ് ഇതും. ഇത് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നൊരു ഹൃദയത്തിനകത്ത് പിന്നെ വേണമെന്ന് തോന്നണമെങ്കിൽ മനസ്സ് തോന്നണ്ടേ? മനസ്സിനകത്ത് തോന്നിയെങ്കിലല്ലേ നമുക്ക് അതിനകത്ത് ആഗ്രഹം വരൂ. അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ അനുഭവം ഞാൻ പറയുക. അതുകൊണ്ട് അങ്ങനെ ഉള്ളവരെ ശ്രേഷ്ഠമതി, അങ്ങനെയുള്ള ശ്രേഷ്ഠ മനസ്സുള്ളവരുടെ മനസ്തവ മന്ദിരം കൊള്ളാം. നിങ്കൽ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലേ ദത്തമായൊരു മനസ്സോടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. പരമാത്മാവിൽ തന്നെ സമസ്ത കർമ്മങ്ങൾ സമർപ്പിക്കണം. ഈശ്വരൻ തന്നെ സർവകർമ്മങ്ങളും നമ്മളിതൊക്കെ ഈ കർമ്മമായാലും ഈ വായിക്കുന്നതായാലും സർവ്വതും പരമാത്മാവിൽ തന്നെ അവിടുത്തെ ഇഷ്ടമാണ് ഈ കാണിക്കുന്നത്. അല്ലാതെ ഇത് മറ്റെങ്ങൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്താലും അത് ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത്. അത് അവിടേക്ക് അങ്ങ് അർപ്പിക്കുക. അങ്ങനെ എല്ലാ സമസ്ത കർമ്മങ്ങളും ഭഗവാൻ നിങ്കൽ സമർപ്പിച്ച് നിങ്കലേ ദത്തമായൊരു മനസ്സോടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം. അങ്ങനെ സന്തുഷ്ടരായിട്ടുള്ളവരുടെ മനസ്സിൽ സന്തതം എപ്പോഴും സുഖവാസ മന്ദിരം, അങ്ങനെ എപ്പോഴും പരമാത്മാവായ ശ്രീരാമന് സീതയ്ക്കും വസിക്കാം. ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ല ഒട്ടും, ഇഷ്ടേതരാപ്തിക്ക് അനുതാപവുമില്ല, സർവവും മായേതിനിശ്ചിത്യ വാഴുന്ന ദിവ്യ മനസ്തവമാസായ മന്ദിരം. ഇഷ്ടം വരുമ്പോൾ നമുക്ക് സന്തോഷവും ഇഷ്ടക്കേട് വരുമ്പോൾ താപം വിഷമവും, അങ്ങനെ രണ്ടവസ്ഥ ഇല്ല, ഉണ്ടാകരുത്. നമുക്ക് ഇഷ്ടം വന്നാലും ഇഷ്ടക്കേടായാലും നമുക്ക് ഒരേ മനസ്സ്. അതായത് ഇഷ്ടം അപ്പോൾ മറ്റുള്ളവർക്ക് തോന്നുന്നത് അത് നല്ല കാര്യമല്ലത്, പക്ഷേ ഈ ജ്ഞാനിക്ക് അതിലൊന്നും ഒന്നും തോന്നത്തില്ല. എത്രമാത്രം ആനന്ദമായിട്ട് ഒരാളിപ്പം പുകഴ്ത്തി പറഞ്ഞാലോ അല്ലെങ്കിൽ ഇന്നത് ഇന്നാരിന്ന അങ്ങനെയൊക്കെ നമ്മളെ ഒരാൾ പുകഴ്ത്തിയാലോ സ്തുതിച്ചാലോ അതല്ല പള്ളു പറഞ്ഞാലോ ദ്രോഹിച്ചാലോ എപ്പോഴും ഇഷ്ടത്തിനും ഇഷ്ടക്കേടിനും ഒരേ മനസ്സായിരിക്കണം. അതാണ് ഇഷ്ടം ലഭിച്ചിട്ട് കുറേ എന്തെങ്കിലും നമുക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആരും കുറേ കൊണ്ട് വന്നിരിക്കട്ടെ, നമുക്കുള്ള മനസ്സിലത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. എന്നാലും അത് അവരുടെ നിർബന്ധം കൊണ്ട് നമ്മളെ കൊണ്ട് ഏൽപ്പിച്ച് നിൽക്കട്ടെ, നമുക്കത് ഒന്നും തോന്നൂല, സന്തോഷമേ ഉണ്ടാവത്തില്ല. അത് എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം നമ്മുടെ ആവശ്യങ്ങൾക്ക് കഴിഞ്ഞു പോകണം. അതിനപ്പുറത്തേക്കായിട്ട് ഇപ്പം എൻ്റെ മക്കൾ തന്നെ ആവട്ടെ, നമുക്ക് അമ്മയ്ക്ക് ഇന്ന സാധനം നമുക്കുള്ള ചിലവിനുള്ള കാശ് തന്നിട്ട് പോകും. അതിനിടയ്ക്കൂടെ ഒന്നുകൂടെ വന്നാൽ കുറച്ച് സാധനങ്ങൾ വീണ്ടും നമുക്ക് വേണ്ടി കൂടെ കൊണ്ടുവച്ചാലേ പിന്നിലെ പൈസയുടെ ആവശ്യമുണ്ടോ? അപ്പോഴേ ഞാൻ വേണ്ട 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 എന്നാണ് ഞാൻ പറയുന്നത്. എന്താ എനിക്കതങ്ങോട്ട് മനസ്സിന് വേണ്ട. എന്താ അതൊന്ന് എനിക്കത് ഇതുവരെ അത് പിടിയിട്ടിട്ടില്ല. അത് ഇത് ചിലപ്പോൾ ഇങ്ങനെ കൊണ്ടാവാം. നമുക്കത് ആവശ്യമില്ലാത്ത നമ്മൾ എടുത്ത് വെക്കത്തില്ല. നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു പോകാനുള്ളതേ ഞാൻ എൻ്റെ മക്കളിൽ നിന്ന് വാങ്ങിക്കാറുള്ളൂ. അതേപ്പറ്റി ഒന്നും തന്നെ വാങ്ങിച്ചു വെക്കത്തില്ല. നാളേക്കുള്ളതൊന്നും എനിക്ക് ആവശ്യമേ ഇല്ല. അത് തന്നിട്ടോ വാങ്ങിച്ചു വെച്ചിട്ടോ പോയാൽ പിന്നെ അവരും എന്തിനാ എനിക്ക് വേണ്ടേന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണെന്നാ ഈ ഒരു മനസ്സ് അങ്ങനെ ആയതുകൊണ്ടാണ്. അത് എൻ്റെ മക്കളെല്ലാം മനസ്സിലാക്കണം. എൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇഷ്ടം ലഭിച്ചിട്ട്, കാരണം എന്തൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ പറയും എന്തിനാ ഇതിങ്ങനെ വാങ്ങിക്കുന്നത്, അതാന്നൊക്കെ ഞാനിങ്ങനെ വഴക്ക് പറയുക ഉള്ളത്. എന്നാൽ ഈ ഒരു അവസ്ഥ അല്ലാത്തൊരു കാലം പണ്ടുണ്ടല്ലോ, അന്നൊക്കെ സന്തോഷം എൻ്റെ മക്കളത് കൊണ്ട് അങ്ങനെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. അപ്പോഴേ ചിന്തിക്കുക അന്നൊക്കെ എനിക്ക് എന്തൊരു ഇഷ്ടമായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പോയിട്ട് വരുമ്പം കൊണ്ടുവരുമ്പം. അപ്പം ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. തരുന്നത് ദേഷ്യമാണ്, തരുന്നത് ഇഷ്ടമില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥ എൻ്റെ മക്കളോട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവത്തില്ല. അതെന്താണെന്ന് എനിക്ക് തന്നെ അറിയാത്തത്. പക്ഷെ ഇതിൽ കിടക്കുന്നത് സത്യമായ കാര്യമാണ്. അതുകൊണ്ട് ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ല ഒട്ടും, ഇഷ്ടേതരാപ്തിക്ക് അനുതാപവുമില്ല. എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമുക്ക് തന്നാലും നമുക്കതിൽ ഒരു ഇഷ്ടവും ഇല്ല. അതുപോലെ തന്നെ ഇഷ്ടക്കേട് വന്നാൽ ഒരു അനുതാപവുമില്ല. സർവവും മായേതിനിശ്ചിത്യ വാഴുന്ന ദിവ്യ മനസ്തവം വാസായ മന്ദിരം. സർവവും പരമാത്മാവിൻ്റെ മായ എന്ന് നിശ്ചിത്യ വാഴും. എല്ലാം ഈശ്വരൻ്റെ, എല്ലാം ഇതൊക്കെ ഭഗവാന്റെ കളികൾ. അങ്ങനെ നമുക്ക് മനസ്സിലാവും. കാരണം ഇതെല്ലാം ഈ കാണുന്നതൊക്കെയും നിത്യമല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം പരമാത്മാവിൻ്റെ മായ തന്നെയാണ്. മക്കളെ കൊണ്ട് തരിക്കുന്നതും തരാതിരിക്കുന്നതും അവർ പള്ളു പറയുന്നതും അവർ സന്തോഷിക്കുന്നതും ഇതൊക്കെയും ഈശ്വരൻ്റെ. കാരണം ഇവിടെ കുറച്ച് വർഷത്തിന് മുന്നേ മക്കളൊക്കെ പെണ്ണ് കെട്ടുന്ന മക്കളെന്ന് വെച്ചാൽ ഒരു മോനൊരു മോളേ ഉള്ളൂ. മോനൊക്കെ പെണ്ണ് കെട്ടിക്കൊണ്ടുമ്പോൾ എനിക്ക് അത്രമാത്രം വിഷമങ്ങളുള്ള കാലം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഇതിനെപ്പറ്റി അത്രയ്ക്കൊന്നും ആയില്ല. മക്കളെന്നുള്ള ചിന്ത അന്ന് ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ അവരെന്നെ വല്ലതും പറഞ്ഞാലൊക്കെ എനിക്ക് എന്തൊരു വിഷമമാണ്. പക്ഷേ ഇപ്പോൾ
എനിക്ക് എന്താ പറയാ, ഇതൊക്കെ ഒരു അത്ഭുതം, ഭഗവാന്റെ മായ കളികളല്ലേ. ഇപ്പം അവരെന്ത് പറഞ്ഞാലും എനിക്ക് യാതൊന്നുമില്ല. അവർ പറഞ്ഞാൽ എനിക്ക് എനിക്ക് ഇത് ഈശ്വരൻ്റെ ഒരു കളിയേ, ഭഗവാന്റെ മായയല്ലേ. അതുകൊണ്ടാണ് പറഞ്ഞത് സർവവും മായേതി. കാരണം നമ്മളെ പഠിപ്പിക്കുന്നതാ, അവരാരും കുറ്റക്കാരല്ല. അന്ന് അങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് വിരമിക്കണം. അതൊക്കെ നിത്യമല്ല എന്ന് കണ്ട് ഇതിലേക്ക് യാതൊരു അർത്ഥവുമില്ല. സ്നേഹമെന്ന് പറഞ്ഞാലും സ്നേഹക്കേട് വന്നാലും മക്കളെ അവിടെ സ്നേഹവും അവരുടെ ദേഷ്യമൊന്നും നമ്മൾ കണക്കിലെടുക്കണ്ട. ഇതൊക്കെ ഭഗവാന്റെ കളികളാണ്, നമ്മളെ പാഠം പഠിപ്പിക്കുന്നതിനാണ്. അങ്ങനെ അല്ല, കുട്ടികളാരും നിരപരാധികളാണ്, അവരാരും ഒരു തെറ്റും ചെയ്യത്തില്ല. നമ്മളും അതുപോലെ തന്നെ, നമ്മളും ആർക്കും ഒരു തെറ്റും ചെയ്യുന്നില്ല. അവരെ പഠിപ്പിക്കാനും അവർ നമ്മളെ പഠിപ്പിക്കാനും. ഇത് ഈശ്വരൻ വെക്കുന്ന ഒരേ കളിയല്ലേ മായ, ഭഗവാന്റെ മായ. അത് മനസ്സിലാക്കുന്നത് എന്നാ, ഇത്ര അറിഞ്ഞു വരുമ്പോൾ നമുക്കിതൊക്കെ അനുഭവം നമുക്ക് തോന്നത്തില്ല. അയ്യോ എന്നത് പറഞ്ഞല്ലോ, ഇത് പറഞ്ഞപ്പോൾ നമ്മൾ കരയും. പക്ഷേ ഇതെല്ലാം ഭഗവാന്റെ മായ വിലാസങ്ങൾ. എന്തിനാ ഒരു ഭക്തനെ മുമ്പോട്ട് നയിക്കുന്നത്? ഇങ്ങനെ പാഠങ്ങൾ തന്നാണ്. അത് മക്കളിൽ കൂടെ ആവാം, മരുമക്കളിൽ കൂടെ ആവാം, നാട്ടുകാരെ കൂടെ ആവാം, അത് അയൽക്കാരെ കൂടെ ആവാം, എല്ലാം അങ്ങനെ. എൻ്റെ ഭഗവാനോട് എനിക്ക് എത്രമാത്രം നന്ദി പറഞ്ഞാലും എനിക്ക് മുഴുക്കത്തില്ല. കാരണം എന്നെ ഈ ലെവലിലാക്കിയല്ലോ എൻ്റെ ഭഗവാൻ എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് അവരോടൊക്കെ എന്തിനാ ദേഷ്യം? ആരോടെങ്കിലും ദേഷിക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ നമ്മളെ ആർക്കും വേണ്ടെങ്കിൽ മാത്രം നമുക്ക് വേണ്ടാന്ന് വെച്ചാൽ പോരെ. നമ്മളായിട്ട് ആരെയും നമുക്ക് എല്ലാം തുല്യം തന്നെയാണ്. അതുകൊണ്ട് ഇതെല്ലാം മായേരി നിശ്ചിത്യ, അവിടുത്തെ ഇഷ്ടം, പരമാത്മാവിൻ്റെ ഇഷ്ടം. ഈ മായകളെല്ലാം അങ്ങനെ വാഴുന്ന ആരുണ്ടോ അങ്ങനെയുള്ളവരുടെ മനസ്സിന് പരമാത്മാവായ ശ്രീരാമന് സീതയ്ക്കും വസിക്കാൻ സുഖവാസ മന്ദിരം. പിന്നെ അടുത്ത ഷഡ്ഭാവഭേദ വികാരങ്ങൾ ഒക്കെയും ഉൾപ്പുവിൽ ഓർക്കിലോ ദേഹത്തിനേ ഉള്ളൂ. ഈ ഷഡ്ഭാവഭേദം നമുക്ക് ജനനം, ജനിക്കുന്നത്, ബാല്യം, പിന്നെ കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം. 6 ഭാവം നമുക്കുണ്ട്. ഇതൊക്കെ എന്തിനാ ഉള്ള? ദേഹത്തിന്. നമ്മുടെ മനസ്സെപ്പോഴും ഒരുപോലെ. ദേഹം ഇങ്ങനെ വളർന്നും ജരാതര ഒക്കെ വാർദ്ധക്യം, മരണം വരെ പോകും. പക്ഷെ നമ്മളിതൊന്നും അറിയുന്നില്ല. എന്താ കാരണം? നമ്മുടെ മനസ്സ് ആനന്ദമാണ് എപ്പോഴും. അതായത് നമ്മുടെ പ്രായമോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. ശരീരത്തിനേ ഉള്ളതൊക്കെ ഈ വികാരങ്ങളൊക്കെ. എന്താ? ഷഡ്ഭാവ ഭേദ വികാരങ്ങളൊക്കെയും ഉൾപ്പൂവിൽ ഓർക്കുക. നമ്മൾ ചിന്തിച്ചാൽ എന്തിനാ ഉള്ള? ഈ ദേഹത്തിനേ ഉള്ളൂ. ശുതൃഭവ സുഖ ദുഃഖാദി വിശപ്പും ദാഹവും. ശുതൃഭവ സുഖദുഃഖാദി സർവവും ചിത്തേ വിചാരിക്കൽ ആത്മാവിനില്ലേതും. നമ്മുടെ ആത്മാവിന് വിശപ്പോ ദാഹമോ എന്തെങ്കിലും ഉണ്ടോ? അതും ശരീരത്തിനല്ലേ ഉള്ളു. ഈ വികാരങ്ങൾ വിശക്കുന്നു, അതൊക്കെ ശരീരത്തിനുള്ളൂ. നമ്മൾ പരമാത്മാവായിട്ട് ലയിച്ചിരിക്കുമ്പോൾ നമുക്ക് എന്താ? അത് വിശക്കുമ്പോൾ കഴുക്കായി കിട്ടുന്ന എന്തെങ്കിലും കഴിക്കുക, അത്രേ എനിക്ക് അങ്ങനെയൊക്കെ ഉള്ളു. എന്തെങ്കിലുമൊക്കെ വേണം. കാരണം വാദത്തിൻ്റെയൊക്കെ അസുഖങ്ങളുള്ളതുകൊണ്ട് നമുക്ക് വിശപ്പുണ്ട്. അതിന് പറ്റിയത് എന്തെങ്കിലുമൊക്കെ കഴിക്കണം. എപ്പോഴൊന്നും അല്ല, അരിയാഹാരമൊക്കെ 2 നേരമൊക്കെ മതി. മറ്റെന്തെങ്കിലും ചായയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കണം. അതുകൊണ്ട് ശുതൃഭവ സുഖദുഃഖാദി സർവവും ചിത്തേ, മനസ്സിൽ നമ്മൾ വിചാരിച്ചാൽ ഇത് ആത്മാവിനില്ല. ഈ വികാരങ്ങളൊന്നും തന്നെ പരമാത്മാവിനില്ല. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് അംശം ജീവാത്മാവാണല്ലോ, പരമാത്മാവിൻ്റെ അംശമാണല്ലോ ജീവാത്മാവെന്ന് പറയുന്നത്. രണ്ടും ഒന്ന് തന്നെ. അല്പമേ ഉള്ളതുകൊണ്ട് ഒരു തുള്ളി വെള്ളവും ഒരു കുടം വെള്ളവും, അല്ലെങ്കിൽ ഒരു സമുദ്രത്തിലെ വെള്ളവും ഒരു തുള്ളി വെള്ളം എന്ന് പറയുന്നത് പോലെ ഉള്ളു. വെള്ളം തന്നെയാണ്. അത് ജീവാത്മാവും പരമാത്മാവും ഒന്ന് തന്നെ. നമ്മൾ ദേഹം വെടിയുമ്പോൾ നമ്മളിലുള്ള ജീവാത്മാവ് ആ പരമാത്മാവിലോട്ട് അകവും പുറവും നിറഞ്ഞിരിക്കുകയല്ലേ, അതിലോട്ടങ്ങ് ചേരുകയാണ് ചെയ്യുന്നത്. കുടം ഉടയുമ്പോൾ വെള്ളം എങ്ങോട്ട് പോകും? ഒരു കിണറ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഒഴുകുന്ന സ്ഥലത്തോ ഒരു കുടം വെള്ളം ഒഴുകി ആ നദിയിലോട്ട് തന്നെ ചേരും, അല്ലെങ്കിൽ സമുദ്രത്തിൽ തന്നെ ചെന്ന് ചേരും. അതുപോലെ തന്നെയാണ് ജീവാത്മാവ് പരമാത്മാവിലോട്ട് തന്നെ ചേരും. അതുകൊണ്ട് ഇത് വിചാരിച്ചാൽ ആത്മാവിനില്ല ഒരു വിഷമവും ഇല്ല. എപ്പോഴും സമഭാവന, നിഷ്കളഭസ്തു ബ്രഹ്മം. അതുകൊണ്ട് ഇതൊന്നും വിചാരിക്കൽ വിശപ്പോ ദാഹമോ വികാരങ്ങളോ ഒന്നും പരമാത്മാവിനില്ല, അദ്ദേഹത്തിനേ ഉള്ളൂ. ഇത്തം ഉറച്ചു ഭജിക്കുന്നവരുടെ ഇങ്ങനെ മനസ്സിലാക്കി ഉറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. എനിക്ക് ചിരി വരുന്നത്, അപ്പോൾ ഇത് ഇങ്ങനെയുള്ള മക്കൾ ചിന്തിച്ചോണം, കമൻസിടണം. ഇങ്ങനെയുള്ള ഒരു ജഗദമ്മ എന്ന് പറയുന്ന മകള് എഴുതും. ഇങ്ങനെ പറയുമ്പം അമ്മേ ഞാൻ അതാണ്. ഇപ്പം അമ്പലത്തിലേക്ക് മണ്ഡലകാലമായി അമ്മയെ ഞാൻ ഇതിൽ പാരായണം ചെയ്യുന്ന അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളവരുടെ മനസ്സിലാണ് ആര് വസിക്കുന്നത്? ഇങ്ങനെ ഓരോ മക്കളും പല മക്കളും എന്നെ പലപ്പോഴും വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഇത്തിരി കമൻസൊക്കെ കുറവുണ്ട്. എല്ലാവരും മടുത്ത് കാണും, അതായിരിക്കും കാരണം. മടുക്കാത്തവർ ചെയ്യട്ടെ, അങ്ങനെയാ. എന്തും ചിലരെ ഇത്
നീട്ടി നീട്ടി കൊണ്ടുപോകാൻ മനസ്സ് മടിക്കുന്നത് എന്താ? ഭക്തി കുറവ് കൊണ്ടാണ്. ഭക്തി ഉള്ളവർ അതൊരിക്കലും മടിക്കത്തില്ല. അത് വീണ്ടും 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 പോരാൻ പറഞ്ഞ് തുടങ്ങും. അതുകൊണ്ട് ചിലർക്ക് അങ്ങനെ യോഗം എങ്ങനെ വെച്ചാൽ അതുപോലെ പോകട്ടെ. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു തരുന്നുണ്ട്, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഭജിക്കുന്നവരുടെ ഇങ്ങനെ ചിത്തേ വിചാരിക്കില്ല ആത്മാവിനില്ല ഈ ദാഹമോ ക്ഷീണമോ വികാരങ്ങളോ ഒന്നും തന്നെയില്ല. ഇങ്ങനെ യുദ്ധം ഉറച്ച് ഭജിക്കുന്നവരുടെ അങ്ങനെ ആർക്കാണ് ഇത്ര ഉറപ്പുള്ളത് ഭജനയ്ക്ക്? എനിക്ക് എന്താ എൻ്റെ പരമാത്മാവിനുണ്ടല്ലോ, ആ ഒരു ഉറപ്പ് ആർക്കാ ഉള്ളത്? അങ്ങനെ ഉള്ളവരുടെ ചിത്തം തവ ഭഗവാൻ തവ, അങ്ങേക്ക് സുഖവാസായ മന്ദിരമാണ് എന്ന് വാൽമീകി പറയുന്നു. അങ്ങനെ ഉള്ളവരുടെ മനസ്സിൽ വസിക്കാൻ സീതയ്ക്കും ശ്രീരാമ ഭഗവാനും സുഖവാസ മന്ദിരമാണ്. യാതൊരുത്തൻ ഭവന്തം പരം ചിൽഖനം വേദസ്വരൂപ അനന്തം ഏകം സദാ വേദാന്ത വേദ്യം ആദ്യം ജഗൽക്കാരണം നാദാന്തരൂപം പരം പരബ്രഹ്മം നാദാന്തരൂപം പരം ബ്രഹ്മം അച്യുതം സർവഗുഹാശയസ്ഥം സമസ്താധാരം സർവഗതം പരമാത്മാനം അദേവകം വാസുദേവം വരദം വരേണ്യം ജഗദ്വാസിനാം ആത്മനാ കാണുന്നതും സദാ. ഇങ്ങനെ ജഗൽക്കാരനായിരിക്കുന്ന നാദാന്തരൂപനും പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന ഭഗവാൻ അച്യുതൻ സർവഗുഹാശ്രേഷ്ഠം സമസ്താധാരം സർവഗതം പരമാത്മാനം അലേപകം വാസുദേവം വരദം വരേണ്യം, ഇങ്ങനെയുള്ള ഭഗവാന്റെ അങ്ങയെ ഇങ്ങനെയുള്ള ജഗദ്വാസിനാം ആത്മന, ഇങ്ങനെയുള്ള ഭഗവാനെ ലോകരുടെ ആത്മാവിൽ കാണുന്നുവോ ഈ പരമാത്മാവിനെ എങ്ങനെയുള്ള വേദസ്വരൂപനാം അനന്തനായിരിക്കുന്ന ഏകമാണ്. ഇതെല്ലാം സദാ വേദാന്ത വേദ്യം ആദ്യം ജഗൽക്കാരണം ആദ്യനായുള്ളവൻ നാദാന്തരൂപമാണ്, അത് നാദബ്രഹ്മമാണ്. അച്യുതനായിരിക്കുന്ന ഈ സർവഗുഹാശ്രേഷ്ഠം സമസ്തത്തിനും ആധാരമായിരിക്കുന്ന സർവഗതം പരമാത്മാൻ അലേപകം വാസുദേവം വരദം വരേണ്യം, അങ്ങനെയുള്ള ഭഗവാനെ അങ്ങയെ ഇങ്ങനെയുള്ള പരമാത്മാവിനെ ഒരു ഭക്തൻ ലോകരുടെ ആത്മാവിൽ കാണുന്നവരാരോ? അപ്പോൾ അങ്ങനെ ഭഗവാനെ ഈ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിലായാലും ത്രിലോകത്തിലായാലും എവിടെയായാലും ഇങ്ങനെയുള്ള ഈശ്വരനാണ്, പരമാത്മാവാണ് സർവത്തിലും വസിക്കുന്നതെന്ന് ആരാണോ അറിയുന്നത്, വാസുദേവം ഭരതം വരേണ്യം ജഗദ്വാസിനാം ആത്മന, എന്നുവെച്ചാൽ ഈ ജഗത്തിൽ മൊത്തവും ഈ പരമാത്മാവാണ്, ഈ ശ്രീരാമനാണ്, അല്ലെങ്കിൽ സീതയും ശ്രീരാമൻ, അല്ലെങ്കിൽ ശിവശക്തി, അല്ലെങ്കിൽ പരമാത്മാവായ നാരായണൻ, അങ്ങനെയുള്ള ഭഗവാൻ ലോകരുടെ ആത്മാവിൽ കാണുന്നവരാരോ? ഈ ലോകത്തുള്ള സർവത്തിലും ഈ പരമാത്മാവാണെന്ന് ആരാണ് അറിയുന്നത്? അവരുടെ തസ്യ ചിത്തേ ജനകാത്മജയാ സമം, അങ്ങനെ ഉള്ളവരുടെ മനസ്സിൽ ചിത്തേ, അങ്ങനെ ആരാണ് വിചാരിക്കുന്നത്, ചിന്തിക്കുന്നത്? അങ്ങനെയുള്ളൊരു ഭക്തൻ നിസ്സംശയം വസിച്ചിടുക ശ്രീപതി, ഒരു സംശയവും കൂടാതെ. കാരണം കാണായത് മൊത്തവും പരമാത്മാവല്ലേ, ലോകത്തിലുള്ള സർവ്വം. അങ്ങനെ ഭക്തൻ വിചാരിച്ചാൽ പിന്നെ ആ ഭക്തൻ ആരാ? അത് ഈശ്വരനല്ലേ, അത് ശ്രീരാമനല്ലേ, സീതയും ശ്രീരാമനല്ലേ? അത് യഥാർത്ഥത്തിൽ അങ്ങനല്ലേ ഈ ഹനുമാൻ, അങ്ങനല്ലേ ഭക്തന്മാര്? അങ്ങനെ നിസ്സംശയം അങ്ങനെ ഉള്ളവരുടെ സർവത്തിലും പരമാത്മാവിനെ ദർശിക്കുക. അങ്ങനെ ഭക്തന്റെ ഹൃദയത്തിൽ നിസ്സംശയം വസിച്ചിടുക ശ്രീപദേ, അങ്ങനെ പറയുന്നു. സന്തതം അഭ്യാസ ദൃഢീകൃത ചേതസ സന്തതം ത്വൽപാദ സേവാരതാത്മനാം, അങ്ങനെയുള്ള അതായത് യോഗാഭ്യാസം കൊണ്ട് മനസ്സ് ദൃഢമാക്കി. യോഗാഭ്യാസം എന്താണ്? ഒരഭ്യാസം എന്ന് പറഞ്ഞാൽ അത് പരമാത്മാവിൽ ചേർന്ന് ലയിക്കുന്ന അഭ്യാസം. എപ്പോഴും ധ്യാനനിഷ്ഠയില്ല, ആത്മാവിനോട് ചേർന്ന് പരമാത്മാവിൽ നമ്മളിരിക്കുന്ന ഈ ജീവാത്മാവ് ആ പരമാത്മാവായി ചിന്തിച്ച് എല്ലാം ഒന്നായി കണ്ട് ലയിച്ച് ആനന്ദലഹരി അനുഭവിക്കുന്നതാണ് സന്തതം അഭ്യാസ ദൃഢീകൃതചിത്ത, ദൃഢമായ ഒരു യോഗി, എപ്പോഴും പരമാത്മാവിൽ തന്നെ ലയിച്ചിരിക്കുന്ന ഒരു യോഗാഭ്യാസി. സന്തത അഭ്യാസ ദൃഢീകൃത ചേതസ, അങ്ങയുടെ മനസ്സിൽ സന്തതം എപ്പോഴും ത്വൽപാദ സേവാ രഥാത്മനാം, പരമാത്മാവിനെ എപ്പോഴും സേവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഭക്തൻ. ഏത് സമയവും ഭഗവാൻ തന്നെ ഒന്നീ
ഭാഗവത പാരായണം, അല്ലെങ്കിൽ പൂജകൾ, അല്ലെങ്കിൽ ഭഗവാന് വേണ്ടുന്ന എന്തെങ്കിലും കാരണങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന, മറ്റുള്ളവർ വെച്ചാൽ എല്ലാം പരമാത്മാവായിട്ടാണല്ലോ കാണുന്നത്. ഒരു മൃഗത്തിനെ കണ്ടാലും എല്ലാം അതിന് ചെയ്യുന്ന സേവനം ആർക്ക് ചെയ്യുന്നതാ? ഇങ്ങനെയുള്ള ഭക്തൻ അത് പരമാത്മാവിന് ചെയ്യുന്നതാ. ഒരു ഭിക്ഷക്കാരൻ വന്നാലും അത് പരമാത്മാവാന്ന് കണ്ട് അവർക്ക് കൊടുക്കുന്നു. ഇന്നിപ്പോൾ ലോകം മൊത്തം നശിച്ചിരിക്കുന്നതുകൊണ്ട് ആരെയും അങ്ങനെയൊന്നും അടുപ്പിക്കാൻ പറ്റുന്നില്ല. ഇത് കേട്ട് ആരും ഒരു ഭിക്ഷക്കാരൻ പറഞ്ഞ് വിളിച്ച് വരുത്തണ്ട. ഇന്ന് ലോകം അങ്ങനെ മാറിക്കിടക്കുക. പക്ഷെ നമ്മുടെ മനസ്സ് അങ്ങനെ ആയിരിക്കണം. നമ്മുടെ മനസ്സിൽ സർവത്തിലും ഈശ്വരനാണ്. ത്വൽപാദ സേവാ രഥാത്മന. അങ്ങനെ രമിക്കും അതിനകത്ത്. ഒരു കാക്കയ്ക്കും പൂച്ചയ്ക്കൊക്കെ നമുക്ക് ചെയ്യാം. കാരണം അതിലും ജീവൻ ആരാ? ജീവാത്മാവല്ലേ? അതിൻ്റെ ഉള്ളിൽ പരമാത്മാവിൻ്റെ അംശമല്ലേ? അപ്പോൾ അതിനെ നമുക്ക് എന്തായി കാണാം? പരമാത്മാവായി കാണാം. അങ്ങനെ നമുക്ക് പറ്റിയ, നമ്മളെ കൊണ്ടൊക്കുന്നൊരു, കാരണം നമുക്കിന്ന് ഈ ലോകത്ത് ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലമായിപ്പോയി. നമുക്ക് ആരോടും മമത പറ്റിയാൽ ഇന്ന് അപകടത്തിൽ വരുന്നതുകൊണ്ട് ഒരു ഭക്തൻ ചിലപ്പം ചിന്തിക്കും, മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇത് കേട്ടൊരു ഭക്തയാവാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് അപകടം വന്നിരിക്കും. കാരണം അവർ അത്രത്തോളം ആയിട്ടില്ല. ഒരു ഭക്തൻ ഇതെന്ത് കണ്ടാലും കൊന്നാലും അവർക്ക് സഹിക്കാം. കാരണം എന്നെ കൊല്ലുന്നില്ലല്ലോ, പരമാത്മാവിനെ ആർക്കും കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ദേഹത്തെ അങ്ങനെ സഹിക്കാനുള്ള കഴിവ് ഒരു ഭക്തന് കാണും. ഇങ്ങനെയുള്ള ഭക്തന്മാർക്ക് സർവത്തിലും പരമാത്മാവാണെന്ന് കാണുന്നത്. അപ്പോൾ കൊല്ലുന്നതും പരമാത്മാവ് തന്നെയാണ്, വേറൊരാളല്ല. നമ്മളെ ഒരാൾ ഇവിടെ വന്ന് കൊല്ലുക രാത്രി, ഒരു കള്ളൻ, ഇപ്പം ലോകം മൊത്തം അറിഞ്ഞിരിക്കുകയാണല്ലോ ഇവിടെ കുറുവാ സംഘമെന്ന്. അങ്ങനെ വന്നാലും അത് നമുക്ക് ആനന്ദിക്കാം. പരമാത്മാവ് അറിയാതെ ഒന്നും തന്നെ വരികയില്ല. അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവുള്ള ഒരു ഭക്തന് അതിലും സന്തോഷിക്കും. അതേസമയം ഇത് കേട്ടിട്ട് മക്കൾ ഇത് പഠിച്ചു വെക്കണ്ട. അവർ ആ ഒരു ലെവൽ വന്നതിന് ശേഷം മതി. എല്ലാം ഈശ്വരനായി കാണുമ്പോൾ ഇതും നമുക്കങ്ങനെ കാണാൻ പറ്റും. നമുക്ക് എന്ത് വരുന്നതും ഈശ്വരൻ അറിയാത്തതല്ല. ഈശ്വരൻ അറിയാത്ത ഒന്നും തന്നെ വരത്തില്ല. നമ്മളിലും ഈശ്വരനാണ്, ചെയ്യുന്നവനും ഈശ്വരനാണ്. രണ്ടും അങ്ങനെ ആണല്ലോ. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് എന്ത് വന്നാലും അതിൽ വിഷമം ഉണ്ടാവത്തില്ല, ദുഃഖം ഉണ്ടാവത്തില്ല, സങ്കടം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് സന്തതം ത്വൽപാദ സേവാ രഥാത്മനാം. അങ്ങനെ ഭഗവാന് തന്നെ നമ്മൾ പാദസേവ ചെയ്യുമ്പോൾ അത് ഭഗവാൻ എന്ന് വെച്ചാൽ ഒരു വിഗ്രഹത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പൂജ ചെയ്യണമെന്നല്ല അതിൻ്റെ അർത്ഥം. സർവത്തിലും, ഒരു വൃക്ഷത്തിലും, ഒരു ചെടിയിലും, ഒരു വള്ളിയിലും, ഒരു മനുഷ്യരിലും, ഒരു മൃഗത്തിലും, ഒരു പക്ഷിയിലും ഒക്കെയും ഇങ്ങനെ ചെയ്തതാണ് ഭഗവാന്റെ സേവ. ഭഗവാനെ സേവിക്കുന്ന അങ്ങനെയാണ്. അങ്ങനെയുള്ള സേവ രഥാത്മനാം. നമ്മൾ അതിൽ രമിക്കും. നമ്മുടെ ആത്മാവിൽ അത്രമാത്രം എന്ത് വരും? ഭക്തി ദ്രവാത്മന. നമ്മുടെ ഭക്തി കൊണ്ട് ദ്രവിക്കും നമ്മുടെ. അതൊരു ആനന്ദലഹരിയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള രഥാത്മന സന്തതം തൊന്നാമ മന്ത്ര ജപശൂചി സന്തോഷചേതസാം ഭക്തി ദ്രവാത്മന. അങ്ങനെയുള്ള ഭക്തന്മാരുടെ ഭഗവാനിലേക്കുള്ള നാമമന്ത്ര ജപ കൊണ്ട് ശുചി സന്തോഷചേതസ്, നമ്മുടെ മനസ്സ് സന്തോഷിച്ചിട്ട് ആനന്ദം കൊണ്ട് എന്ത് വരും? ഭക്തി ദ്രവാത്മന. അന്തർഗതനായി വസിക്കുന്ന ഈ സീതയാ ചിന്ത ചിന്താമണി ദയാവാരി. അങ്ങനെയുള്ളൊരു ഭക്തൻ്റെ അന്തർഗതനായി ഉള്ളിൽ അങ്ങനെയുള്ളൊരു ഭക്തൻ്റെ ഹൃദയത്തിൽ വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണിയെ ദയാവാരിധി എന്ന് വാൽമീകി പറയുന്നു. ഇത്രയും കഠിനമായൊരു ഭക്തൻ. കാരണം ആരും കൊല്ലാൻ വന്നാലും നമുക്ക് തോന്നും, അയ്യോ ഭയന്ന് പോകേണ്ട കാര്യമുണ്ടോ? വരുന്നതും ആരാണ്? ഈശ്വരനാണല്ലോ. അയാളിരിക്കുന്ന ഉപകരണവും ഈശ്വരനാണല്ലോ. സർവത്തിലും പരമാത്മാവിനെ ദർശിക്കുകയാണല്ലോ ഒരു ഭക്തൻ ചെയ്യുന്നത്. ഭക്തനിലും ഉപദ്രവിക്കാൻ വരുന്നവൻ്റെ കയ്യിലിരിക്കുന്ന ആയുധത്തിലും ദുഷ്ടൻ എന്ന് പറഞ്ഞ ആരാ? അതും എല്ലാം ഈശ്വരൻ തന്നെ. നമുക്ക് എങ്ങനെയാണെന്ന് തലയെടുത്ത് പോലല്ലേ വരുന്നത്. ഒരു ഭക്തൻ അങ്ങനെ അങ്ങ് ചിന്തിക്കുക. എല്ലാം ഈശ്വരമയമായി ചെയ്ത്, എല്ലാം ഈശ്വരൻ്റെ ലീലാവിലാസങ്ങൾ, മായാവിലാസങ്ങൾ എന്ന് കാണുമ്പോൾ അവിടെ എന്തെങ്കിലും നമുക്ക് സന്തോഷിക്കാനല്ലേ വകയുള്ളൂ? എന്തെങ്കിലും വിഷമം ഉണ്ടാവുമോ? ഒരു ഭക്തൻ അങ്ങനെ തീരുകയാണ് വേണ്ടത്. എന്താ? നമുക്ക് ശാന്തി സമാധാനം ഉണ്ടാകും. അല്ലെങ്കിൽ എന്തുവരും? ഭയം, മരണഭയം. മരണത്തെ ഭയക്കും. അയ്യോ ഇവിടെയൊക്കെ ഇവരിറങ്ങി, അയ്യോ എന്താ വേണ്ട എന്നുള്ള ഭയം ഉണ്ടാകും. എന്താ കാരണം? ഉള്ളിൽ പരമാത്മാവില്ലാത്തത് കൊണ്ട്. നമ്മുടെ ഉള്ളിലും വരുന്നയാളുടെ ഉള്ളിലും കർമ്മം ചെയ്യുന്നവനും കർമ്മം അനുഭവിക്കുന്നതും എല്ലാം പരമാത്മാവാണ്. ചിന്തിച്ചാൽ നമുക്ക് സന്തോഷമല്ലേ ഉണ്ടാവൂ? എന്തെങ്കിലും ദുഃഖമുണ്ടാവൂ? അങ്ങനെയുള്ളൊരു ഭക്തൻ്റെ ഹൃദയത്തിൽ ശ്രീരാമനും സീതയ്ക്കും ഇരിക്കാം, വസിക്കാം അന്തർഗതനായി, അകത്ത് ഉള്ളിൽ എന്ന് ഇവിടെ വാൽമീകി മഹർഷി പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം. നമുക്ക് അടുത്ത ദിവസം വായിക്കാം ബാക്കി.